അല്ല, വയനാട്ടിലെ വന്യജീവി പ്രശ്നം ഒന്നും പുതിയതല്ല. അവിടുത്തെ പ്രശ്നങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യ പ്രശ്നം ഒന്നും പുതിയതല്ല. ജനം ഇന്ന് തെരുവിൽ വന്നു നിൽക്കുന്ന 2 മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ അവസ്ഥ വരെ ഈ പ്രശ്നമൊന്നും, ഈ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കാണാതെ ഇനി അങ്ങ് നന്നാക്കി കളയാം എന്നുള്ള ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് കൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. ശ്രീ പഴകുളം മധു, സർക്കാർ ആക്ട് ചെയ്യുന്നുണ്ട്. സർക്കാർ ഇതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും മന്ത്രിമാർ ചെല്ലുകയും ചെയ്യും എന്ന് വാഗ്ദാനം നടത്തുന്നത്. സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഈ പ്രശ്നത്തെ വികാരഭരിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മധു, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വയനാട്ടിൽ ആനയും കടുവയും കുത്തിക്കൊല്ലുന്നവർക്ക് വാർ റൂം കൊടുക്കാൻ മുഖ്യമന്ത്രി യോഗം ചേർന്ന വാർ റൂം കൊണ്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് ചെല്ലട്ടെ, ആൾക്കാർ കാണിച്ചു കൊടുക്കും. അവിടെ അറിയാമോ മധു, വന്യമൃഗങ്ങൾ കുത്തിക്കൊന്നത് ഉൾപ്പെടെ 7000 പേർക്ക് കേരളത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിന്റെ കണക്ക് പ്രകാരം 8873 അക്രമങ്ങൾ, വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ മനുഷ്യർക്ക് നേരെ ഉണ്ടായി. 1559 വളർത്തു മൃഗങ്ങളെ വന്യമൃഗങ്ങൾ കൊന്നു. എന്നിട്ട് ഈ അക്രമങ്ങളിൽ 4193 അക്രമങ്ങൾ ആന നടത്തിയ അക്രമമാണ്. എവിടെയാണോ നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ സർക്കാർ എവിടെ, അധികാരികൾ എവിടെ, ആയുധങ്ങൾ എവിടെ? നിങ്ങൾ എന്ത് ചെയ്തു? മര്യാദയായിട്ട് പറയാം. ചർച്ച വന്നിട്ട് വയനാട്ടിലെ ജനങ്ങളെ പല്ലടിച്ച് കാണിക്കുകയാണോ? അവരൊക്കെ മണ്ടന്മാരാണ്.